ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ഒരു പക്ഷെങ്കിൽ അത് തൃശ്ശൂരായിരിക്കും. അതിൻ്റെ പ്രധാന ഘടകം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. അദ്ദേഹം ഇന്നലെ തൃശ്ശൂരേക്ക് എത്തിയതിനെ ഒരു തൃശ്ശൂർ പൂരം എന്ന രീതിയിലാണ് തൃശ്ശൂർക്കാർ ഏറ്റെടുത്തത്. വലിയ ആഘോഷമായിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിന്ന സ്വീകരണ പരിപാടികളൊക്കെ ഇന്നലെ തത്സമയം നമ്മളും കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തൃശ്ശൂരിനെ എന്തായാലും മറ്റ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ സാധ്യതകളും ആ തിരഞ്ഞെടുപ്പ് പരിപാടികളും ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂര്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമെന്ന് എന്റെ ഉറപ്പിക്കുന്ന ഒരു മണ്ഡലം. അതിൽ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി. കാരണം ഇന്നലെ സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം തന്നെയാണ് അതിനുള്ള തെളിവ്. പ്രവർത്തകരെക്കാൾ ഉപരി ജനങ്ങൾ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. അത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ മുന്നണി ണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രചാരണം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ പള്ളിയിൽ സമ്പർക്കം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിക്കുന്നത്. വീടുകൾ കയറിയിറങ്ങിയുള്ള ഒരു പ്രചാരണത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകുന്നത്. ഒപ്പം തന്നെ ആളുകളെ നേരിട്ട് സംവദിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അതോടൊപ്പം ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ പരിഹാരം കാണാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഉപദേശങ്ങൾ അടക്കം നൽകുക. എന്തായാലും പ്രവർത്തകരെ ആണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആണെങ്കിലും നേരിട്ട് അവരോട് സംവദിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് സുരേഷ് ഗോപി കടക്കുന്നത്. അതോടൊപ്പം തന്നെ പൗരപ്രമുഖരെയും പുരോഹിതരെയും അദ്ദേഹം കാണുന്നുണ്ട്. ആനക്കല്ല് പള്ളിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ്, അവിടെ സമ്പർക്കം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ദിവസത്തെ പ്രചാരണം ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ കോളനികൾ കേന്ദ്രീകരിച്ചും അദ്ദേഹം ജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. രാത്രി ആവണിശ്ശേരി അംബേദ്കർ കോളനിയിലെ സമ്പർക്കത്തോടു കൂടിയാണ് ഒന്നാം ദിവസത്തെ പ്രചാരണത്തിന്റെ അവസാനം അല്ലെങ്കിൽ പ്രചാരണം അവസാനിപ്പിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വിനയം സുനിശ്ചിതമായിട്ടുള്ള ഒരു മണ്ഡലം. അദ്ദേഹം നേരത്തെ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും തൃശ്ശൂരിന്റെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും. ശരി രേഷ്മ, സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കളം അത് ചൂടുപിടിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ തിരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തുന്നുണ്ട്.